കുളി കഴിഞ്ഞ ആ സുഖത്തിൽ നല്ല ഉറക്കത്തിലാണ് ആള്. മുഖമൊക്കെ മറച്ച് ഞങ്ങൾ ഉറങ്ങുള്ളൂ. സമയം ഇപ്പോൾ 7:40 8:30 കാതുകുത്താൻ ആൾ വരും. അപ്പോഴേക്കും ഞാൻ റെഡി ആവണം, അവളെ ഒന്നുകൂടെ റെഡിയാക്കണം, എല്ലാവരും റെഡി ആവണം. അപ്പോൾ നമ്മുടെ ബേബിയുടെ 28 ഇവിടെ വെച്ചിട്ടാട്ടോ ഒരു ചെറിയൊരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ ദിവാനും ആട്ടുകെട്ടിലൊക്കെ നമ്മൾ അഴിക്കുന്നുണ്ടോ, ഇപ്പോൾ അഴിക്കും. അവിടെ പുല്ലുവായൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ചെറിയൊരു കുഞ്ഞൊരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റൊക്കെ വെച്ച് ചെറുതായിട്ട്, വലിയ ഡെക്കറേഷനൊന്നുമില്ല. പിന്നെ എനിക്ക് ഫങ്ഷന് ഉടുക്കാനുള്ള സാരിയാണിത്. ഇന്നലെ രാത്രി പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വന്നിട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. ആരും വരാനും തുടങ്ങിയിട്ടില്ല കേട്ടോ, എല്ലാവരും വരാൻ തുടങ്ങണുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാനും പോയി റെഡി ആവട്ടെ. എന്നാൽ ഡ്രസ്സൊക്കെ മാറ്റി സാരി ഉടുക്കട്ടെ. അങ്ങനെ ഇന്ദ്രു എനിക്ക് സാരിയെല്ലാം ഉടുത്ത് തന്നു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അത്രയൊരു സാരി ഇഷ്ടമായോ? അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. കുറച്ച് സിമ്പിളായിട്ടൊരു ഹെയർ വെറുതെ ചുമ്മാരി ക്യാബ് എടുത്തിട്ട് അത്രയല്ലേ. അങ്ങനെ അമ്മ ഉണ്ണിക്ക് കാതുകുത്താൻ വരാൻ ആൾ വരാൻ ടൈമായി. അപ്പോൾ അമ്മ വിളക്കിൽ എണ്ണയെല്ലാം ഇട്ട് വയ്ക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണേ ഇതാ കാതുകുത്താൻ വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കരച്ചിലാണോന്നാവോ, ഇപ്പൊ കുത്തുമ്പോ 2 കരച്ചിൽ കരയാ. കുഞ്ഞിപ്പെണ്ണേ തൊത്തു കൈയുണ്ടടി. കാതുകുത്താൻ പോവാ നമുക്ക്. ഞാൻ തൂങ്ങൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലേ കഴിഞ്ഞേ നോട്ടാ അരേന്റെ ഓർമ്മയിലെടുത്ത് നോക്ക്.
ശരിയായില്ല. ഒന്ന് ഊതിക്കൊടുക്ക്. ശരിയായില്ലോ. കഴിഞ്ഞു. കഴിഞ്ഞോട്ടാ. ഒന്ന് ഊതേട്ടാ. മുഖത്തോതണ്ട. എന്താ രഞ്ജു, സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് എവിടേക്കാ? അതിന് 28 നീ വെയിലത്താണ് ഇരിക്കുന്നത്. ഓ ശരി, ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ഇതെന്താ 2 വള മാത്രം വെച്ചിരിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത് ആശുവിൻ്റെയും നിത്തുവിൻ്റെയും അവരുടെ ചെറുപ്പത്തെ വളയാണ്. അവർ കുഞ്ഞാണ സമയത്ത് 28-ന് അവർക്ക് ഇട്ട വളയാണ് ആശുവിനും നിത്തുവിൻ്റെയും. അപ്പോൾ ഇവൾക്കും ആ വള തന്നെ ഫസ്റ്റ് ഇടണം പറഞ്ഞിട്ടാണ് ആ 2 എണ്ണം വെച്ചിരിക്കുന്നത്. വേറെ വള പിന്നെ അതിന് ശേഷം ഇടാൻ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങിയിട്ട് എല്ലാവരും വരാൻ തുടങ്ങി. മേമന്മാരൊക്കെ സംസാരം എന്തിരുതാ തൊട്ടിയിലാക്കണു. അങ്ങനെ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അമ്മ നിലവിളക്കെല്ലാം കൊളുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, നിലത്ത് പുല്ലുവായിൽ ആട്ടുകെട്ടിലും ആ ദിവാനൊക്കെ മാറ്റി നിലത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ക്യാമറാമാൻ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഇനി നേരെ ഉണ്ണിയുടെ കരച്ചിലും ബഹളവും എല്ലാം ആയിരിക്കും. ആയിക്കോട്ടെ. വേഗം എടുക്കടക്കെ. ഉള്ളിക്ക് വരാൻ പറ. ഉള്ളിക്ക് വരാൻ പറഞ്ഞു ചേച്ചി. വരാൻ പറ. വരാൻ പറഞ്ഞു. അവിടെ പോയിരിക്കുന്ന വല്യമ്മയുടെ അടുത്ത് പോയിരിക്കും. പോയിക്കോ, വല്യമ്മയുടെ അടുത്തേച്ച്.
ചൂട് കൊണ്ടാണ്. എടുക്കണ്ട്. അത് അഭിചാച്ച മാമോണ്ട് കേട്ടാ. കറക്റ്റ് വീഡിയോ പെട്ടിട്ടുണ്ട്. ഇല്ലടാ നീ പറഞ്ഞപ്പോഴാ പെടുത്തിയത്. അബി എല്ലാവരും പോയി. ഇപ്പൊ ആകെ പണിയായി പറഞ്ഞ അവസ്ഥയായി. ഇതിത്താ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ മൊത്തം വീണ് മൊത്തം എരപ്പായി. എല്ലാ റൂമിലും എത്തിയിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയാക്കാൻ തന്നെ പാടുപെടുമ്പോൾ ഫുൾ എല്ലാവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ റൂമിലും ഇതുണ്ടോ, എല്ലാവിടെ എത്തി. ഇതാ കോട്ടിയാടിൽ ഫുൾ കിടക്കുന്നുണ്ട്. കിച്ചണിൽ പിന്നെ കാണുന്നുണ്ടോ? കിച്ചണിൽ ഫുൾ ഇതാണ് അവസ്ഥ. റൂമുകളില് ഹാളില് എല്ലാവിടേക്കും പറഞ്ഞെത്തി. ഇതുണ്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം. നല്ലൊരു പണി കിട്ടി. ഇത് കണ്ടോ, നിത്താര ചേച്ചിയുടെ നിധിമോൾ. നിധി എന്നാണ് പേര് നമ്മുടെ ബേബിയുടെ. നിധിമോൾ എന്നില്ല, നിധി എന്നാണ് പേര്. ഇതാ ബേബി. അപ്പം അങ്ങനെ വാവയുടെ 28 ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരുമില്ല. ഫുഡ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം സെറ്റ് ഓക്കെ. വാവ ഉറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.